നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിങ്ങളോടൊരു ഐഡിയ പറയാൻ വേണ്ടി വിളിച്ചതാ. ഇവിടെ ഉള്ള ഐഡിയകളെല്ലാം പൊട്ടിച്ചീറ്റി തകർന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാ നിന്റെ ഒരു ഐഡിയ. എന്റെ രമ്യേ, ഇപ്പൊ തൽക്കാലം ഞാൻ ഐഡിയകളൊന്നും എടുക്കുന്നില്ല. എടുക്കുമ്പോ ഞാൻ പറയാം, അന്നേരം തന്നാ മതി. ഇപ്പൊ സമാധാനായല്ലോ. എന്നാ പോ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പം മുതലേ നീ കണ്ടതും പഠിച്ചതും നിന്റെ അമ്മയെ കണ്ടിട്ടാ. ആ അമ്മ ചിന്തിക്കുന്ന രീതിയിലെ നീയും ചിന്തിക്കൂ. ആ അമ്മ പ്രവർത്തിക്കുന്നത് പോലെ നീയും പ്രവർത്തിക്കൂ. ശരി ഏതാ തെറ്റേതാ എന്ന് തിരിച്ചറിവുണ്ടാവുമ്പോ ഏതൊരു മനുഷ്യനും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാ. നിന്റെ കാര്യത്തില് അതിനുള്ള സമയം ഇതുവരെ ആയിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് നിന്നോട് സഹതാപം തോന്നാ ദീപക്കെ. ഋതികെ ഇനിയും ഇങ്ങനെ വിട്ടാ പറ്റില്ല. നല്ലൊരു പണി തന്നെ കൊടുക്കണം. ഇനി കൊടുക്കുന്ന പണിയിൽ നിന്ന് അവൾ ഊരി പോകരുത്. എന്ത് ചെയ്യും? ഇത് പൊളിക്കും. ഈ ഐഡിയ വർക്കൗട്ടായ അവളുടെ കട്ടയും പടവും മടങ്ങും. അംബിക മേഡത്തിന്ന് വിളിച്ചു നോക്കാം. ഹലോ, എന്തായിരുന്നു? എന്തായി മേഡം? മകന്റെ താലിപൊട്ടിക്കൽ പ്ലാനൊക്കെ ആടെ പടലം ചീറ്റിപ്പോയല്ലേ? ഞാൻ അറിഞ്ഞു. സത്യത്തിലേ അതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ആവശ്യമുള്ളതേത് ആവശ്യമില്ലാത്തതേതെന്നൊക്കെ ഞങ്ങള് തീരുമാനിച്ചോളാം. അല്ല, നീ ഇപ്പൊ എന്തിനാ വിളിച്ചത്? രാത്രിയിൽ നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ദേഷ്യപ്പെടാതെ അംബിക മേഡം. ഞാൻ നിങ്ങളോടൊരു ഐഡിയ പറയാൻ വേണ്ടി വിളിച്ചതാ. ഇവിടെ ഉള്ള ഐഡിയകളെല്ലാം പൊട്ടിച്ചീറ്റി തകർന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാ നിന്റെ ഒരു ഐഡിയ. എന്റെ രമ്യേ, ഇപ്പൊ തൽക്കാലം ഞാൻ ഐഡിയകളൊന്നും എടുക്കുന്നില്ല. എടുക്കുമ്പോ ഞാൻ പറയാം, അന്നേരം തന്നാ മതി. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ പറ. ഐഡിയ കൊള്ളാലോ. കൊള്ളാല്ലേ? അപ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാ രാജുവിന്റെ വീട്ടിലെ ഒരു ഭൂകമ്പം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ അതിന്റെ ഗുണം ആർക്കാ? എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൂടിയാ. ശരി, അങ്ങനെ ചെയ്യാം. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ രമേ. ഈ ഐഡിയ കൊള്ളാം. രമ്യയുടെ തലയിൽ എന്തായാലും ആൾ താമസം ഉണ്ടെന്ന് മനസ്സിലായി. അവൾക്ക് നല്ല നല്ല ഐഡിയാസ് വരുന്നുണ്ട്. ഏതായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം. എടാ, ഇപ്പൊ എന്റെ ജീവിതത്തെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? എടാ, ഞാൻ ഒത്തിരി മാറിപ്പോയില്ലേ? എന്ത് മാറാൻ? നീ പഴയതുപോലെ തന്നെ ഇരിക്കുന്നത്. അതേ മീശ, അതേ താടി, അതേ മുടി. എടാ മണ്ട, അതല്ല. പിന്നെ ഞാൻ ചോദിക്കുന്നതേ, എന്റെ ജീവിതം കുറെ മാറിപ്പോയില്ലേന്ന്. നിന്റെ ജീവിതം മാറിയെന്ന? എനിക്ക് തോന്നുന്നില്ല. അതേ ബ്രാൻഡ്, അതേ ടച്ചിങ്സ്. നിന്നോട് പറയാമെന്ന് എന്നെ വേണം തല്ലേ? ഇല്ല, നീ പറ. എടാ,
ഞാൻ നല്ലവനായില്ലേ? പഴയതുപോലെ സമ്പാദിക്കുന്ന കാശൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരാളല്ല ഞാനിപ്പോ. ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ക്യാഷ് ചെലവാക്കാൻ തുടങ്ങി. എന്റെ ഭാര്യയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാൻ ക്യാഷ് നീക്കി വെക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞിന്റെ പഠിത്തത്തിന് വേണ്ടി ക്യാഷ് നീക്കി വെക്കുന്നുണ്ട്. എന്തൊക്കെ നീക്കി വെച്ചാലും കള്ളു കുടിക്കാൻ വേണ്ടി നീ ചെലവാക്കുന്നത് ശരിയല്ല. ബെസ്റ്റ്. ഞാൻ മേടിച്ചെന്ന കള്ളം കുടിച്ച് എന്നെ ഉപദേശിക്കാൻ വരുന്നു. എടാ, ഇത് നമ്മുടെ വല്ലപ്പോഴുള്ള കൂടലല്ലേ, ഇതുമായിട്ട് കണക്ട് ചെയ്യണ്ട. എന്തായാലും എനിക്കിപ്പോ ഒരു സമാധാനമുണ്ട്. ഞാനിപ്പോ ഒരു നല്ല മനുഷ്യനായി. ഹലോ, ഞാനാ. ഇത് ഞാനാ. ഓ അതല്ല, ഞാൻ രമ്യ. ഏത് രമ്യ? രാജുവായിട്ടേ കല്യാണം ഉറപ്പിച്ചിരുന്ന രമ്യ. രാജുവിന്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന രമ്യ. രമ്യ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? എന്താ കാര്യം? അതെ, ഞാൻ വിളിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. നീ കൂടുതലൊന്നും പണയണ്ട. എടി, നീ ഹൃതികയുടെ സ്വർണം മുഴുവനും മേടിച്ചോണ്ട് പോയണോ അല്ലേടി? ആ നിലയ്ക്ക് എന്നെ ഫോൺ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നടി? അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അതൊക്കെ പിന്നെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വിളിച്ചതേ അവൾക്കേ ആ ഹൃതികയ്ക്ക് കൊറേ കാശ് കിട്ടി. അതീന്ന് എന്റെ അമ്മയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്ന 10 ലക്ഷം രൂപ അവള് കൊടുത്തു. ഓ, പിന്നെ ശ്രീലക്ഷ്മിക്കും ഹരീഷിനും കൊറേ കാശ് കൊടുത്തു. അതും ശ്രീലക്ഷ്മിക്ക് പഠിക്കാനായിട്ട്. അതിന് അത് നല്ല കാര്യമല്ലേ? ഇതിപ്പോ എന്നോട് പറയണ എന്തിനാ? അവള് നിങ്ങക്ക് എന്ത് തന്നു? ഏ, നിങ്ങൾ അവളെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. എനിക്കെന്ത് തരാൻ? നിങ്ങക്ക് കുറെ കടമൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്കും കുറച്ച് കാശ് തന്നൂടായിരുന്നു അവൾക്ക്. ഇത് മനഃപൂർവ്വല്ലേ? സത്യത്തില് നിങ്ങളെയും പ്രിയ ചേച്ചിയും അവൾ ഒതുക്കുകയല്ലേ? നിങ്ങളെ രണ്ടുപേരെയും അവൾ ആ കുടുംബത്തിലെ അംഗമായിട്ട് കൂട്ടിയിട്ടില്ലെന്നല്ലേ ഇതിന്ന് മനസ്സിലാക്കണ്ടേ? അതെങ്ങനെ ശരിയാവും? എന്റെ മോളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവായ ക്യാഷല്ലേ ആ 10 ലക്ഷം രൂപ? അതല്ലേ തിരിച്ചു വന്നത്? അതൊക്കെ അവളുടെ സ്വാർത്ഥത മാത്രമാണ്. രാജുവിന്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി മാത്രമാ അവൾ അന്ന് അങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളും ഈ ക്യാഷ് കൊണ്ട് തീർക്കുമെന്നും പറഞ്ഞ് 1 രൂപയെങ്കിലും നിങ്ങൾക്ക് തന്നോ? ശരിയാ, അവൾ അങ്ങനെ ചെയ്തിട്ടില്ല. രമ്യ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ചോദിക്കണം, നേരിട്ട് തന്നെ ചോദിക്കണം. ജയേട്ടൻ എന്താ ആ കുടുംബത്തിലുള്ളതല്ലേ? പ്രിയ ചേച്ചി എന്താ ആ കുടുംബത്തിലുള്ളതല്ലേ? ആയിഷു ആ കുടുംബത്തിലുള്ളതല്ലേ? ആ, ഇതൊക്കെ നിരത്തി ചോദിക്കണം. ചോദിക്കും. ഇന്ന് ഈ രാത്രി തന്നെ പോയി ചോദിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.